അധികം പണം മുടക്കുവാനായി കയ്യിലില്ലെങ്കിൽ ഇരുചക്ര വാഹനം വാങ്ങുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാനാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. എന്നാൽ തെറ്റായ ഒരു തീരുമാനമെടുത്താൽ ആ വാഹനത്തിന്റെ ഉപയോഗത്തിൽ പുതിയ വാഹനം വാങ്ങുമ്പോൾ ചിലവഴിക്കുന്ന പണത്തിലും അധികം തുക ചിലവഴിക്കേണ്ടതായി വരും. യൂസ്ഡ് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് വാങ്ങുമ്പോൾ അതിന്റെ യാന്ത്രിക പരിശോധന മുതൽ നിയമപരമായ പരിശോധന വരെ അത്യാവശ്യമായി പരിശോധിക്കേണ്ട കാര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വാഹനം വാങ്ങി വിൽപ്പന നടത്തുന്ന ആളുകൾ പോലും ശ്രദ്ധിക്കാത്ത ടിപ്പുകൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഒന്നാമത്, ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുവാൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വില. ഒരു 2 വർഷം പഴക്കമുള്ള വാഹനം പുതിയ വാഹനത്തിന്റെ 2 അല്ലെങ്കിൽ 1 വിലയ്ക്ക് വാങ്ങുവാൻ കഴിയും. രണ്ടാമത്, പുതിയ വാഹനത്തെക്കാൾ കുറഞ്ഞ തുകയിലുള്ള ഇൻഷുറൻസ് പ്രീമിയമേ വരികയുള്ളൂ. മൂന്നാമത്തേത്, ആദ്യമായി വാഹനം വാങ്ങുന്നവർക്ക് ഡ്രൈവ് ചെയ്ത് തഴക്കം വരുവാനും സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് നല്ലത്. പക്ഷേ എല്ലാ ഇത്തരം വാഹനങ്ങൾക്കും ഒരു ഹിസ്റ്ററി ഉണ്ട്. ആക്സിഡന്റ്, മോശം പരിപാലനം, നിയമപരമായ കുരുക്കുകൾ എന്നിവയുടെ ചരിത്രം. അതുകൊണ്ട് കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാവൂ എന്ന് ഊന്നി പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ്. വാഹനം നോക്കുവാനായി പോകുന്നതിന് മുൻപേ 4 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, ആ വാഹനത്തിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയെന്ന് ഓൺലൈനായി പരിശോധിക്കാം. രണ്ടാമത്, വാഹനത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ വാങ്ങി പുറമെയുള്ള സ്ഥിതി മനസ്സിലാക്കുക. 3, ആ വാഹനം ഉൽപ്പാദിപ്പിച്ച വർഷവും രജിസ്ട്രേഷൻ ഡേറ്റും ചോദിച്ചു മനസ്സിലാക്കുക. 4, എന്തുകൊണ്ട് ആ വാഹനം വിൽക്കുവാൻ അവർ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുക. വ്യക്തമായ കാരണമില്ലാതെ ഒഴിഞ്ഞു മാറുന്ന മറുപടിയാണ് നൽകുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. മൂന്നാമത്തെ കാര്യം പുറമെയുള്ള പരിശോധനയാണ്. 4 കാര്യങ്ങൾ നിങ്ങൾക്ക് തനിയെ പരിശോധിക്കാം. ഒന്നാമത്തേത് ടയർ. തേഞ്ഞതാണോ, പൊട്ടലുകളോ ചെത്തലുകളോ ഉണ്ടോ എന്ന് നോക്കുക. ഒരു ടയർ മാറണമെങ്കിൽ 1500 രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും. രണ്ടാമത്തേത് ബോഡി പാനൽ. ചളുക്കം, തുരുമ്പ് എന്നിവയുണ്ടോ എന്നും പെയിന്റിന്റെ ഷെയ്ഡിൽ 2 ഭാഗത്ത് വ്യത്യാസമുണ്ടോ എന്നും പരിശോധിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച വാഹനം അല്ലെങ്കിൽ റീപെയിന്റ് ചെയ്ത വാഹനമാണ് അതെന്ന് കണക്കാക്കാം. മൂന്നാമത്തേത് ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, മിറർ എന്നിവയാണ്. ഈ 3 കാര്യങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാം. നാലാമത്തേത് സീറ്റ്. കീറൽ ഉണ്ടായിട്ടുണ്ടോ എന്നും പൂപ്പലുണ്ടോ എന്നും പരിശോധിക്കുക. സൂര്യവെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വാഹനം വെച്ച് ഇവ പരിശോധിക്കുന്നതാണ് നല്ലത്. ആർട്ടിഫിഷ്യൽ വെളിച്ചം ഉള്ളിടത്ത് വെച്ച് പരിശോധിച്ചാൽ പല പോരായ്മകളും കണ്ടെത്തുവാൻ കഴിയാതെ വരും. നാലാമത്തേത് മെക്കാനിക്കൽ എൻജിൻ സംബന്ധമായ പരിശോധനയാണ്. ഒന്നാമത് കോൾഡ് സ്റ്റാർട്ട് പരിശോധന. വാഹനം തണുത്ത് കിടക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കോൾഡ് സ്റ്റാർട്ട്. വാഹനം നോക്കുവാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചെല്ലുന്നതിന് മുൻപ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് പറയുക. നല്ലൊരു എൻജിൻ ആണെങ്കിൽ ചോക്ക് നൽകാതെ തന്നെ സ്മൂത്തായി സ്റ്റാർട്ട് ആകും. രണ്ടാമത്തേത് എൻജിന്റെ ശബ്ദം ശ്രദ്ധിക്കുക. മുട്ടൽ ശബ്ദവും അമിതമായ ശബ്ദവും ഉണ്ടാകുവാൻ പാടില്ല. മൂന്നാമത്തേത് പുക പരിശോധിക്കുക. അമിതമായ കറുത്ത അല്ലെങ്കിൽ വെളുത്ത പുക വരുന്നുണ്ടെങ്കിൽ എൻജിന് കേടുണ്ടെന്ന് ഉറപ്പിക്കാം. നാലാമത്തേത് ക്ലച്ചും ഗിയറും. അനായാസം ഗിയർ മാറുവാൻ സാധിക്കണം. വാഹനം ഓടിച്ചു നോക്കുമ്പോൾ ഇവ കൃത്യമായി ഷിഫ്റ്റ് ചെയ്ത് പരിശോധിക്കുക. അഞ്ചാമത്തേത് സസ്പെൻഷൻ. വാഹനത്തിന്റെ സീറ്റും ഹാൻഡിൽ ബാറും താഴേക്ക് അമർത്തി നോക്കുക. ശബ്ദമൊന്നും ഇല്ലാതെ തന്നെ തിരികെ വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ആറാമത്തേത് ബ്രേക്ക്. വാഹനം വേഗത്തിലും പതിയെയും ഓടിച്ച് ഫ്രണ്ട് ബ്രേക്കും റിയർ ബ്രേക്കും പരിശോധിക്കുക. ബ്രേക്ക് ജാം ആകുന്നില്ല എന്നും വെറും സ്പോഞ്ച് പോലെ നീങ്ങുന്നില്ല എന്നും ഉറപ്പാക്കുക. 7, ഓയിൽ ലീക്ക്. ഷോക്ക് അബ്സോർവറിന്റെ അരികിലായി എഞ്ചിന്റെ താഴെ ഭാഗം പരിശോധിച്ച് ഓയിൽ ലീക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുക. അഞ്ചാമത്തേത് ഇലക്ട്രിക്കലായുള്ള സാമഗ്രികളുടെ പരിശോധനയാണ്. 1, ഹെഡ്ലൈറ്റ് ഡിം ബ്രൈറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. 2, ഹോൺ, ബ്രേക്ക് ലൈറ്റ് എന്നിവ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. 3, വാഹനത്തിന്റെ ബാറ്ററി വീക്ക് അല്ലെങ്കിൽ ഡെഡ് അല്ലെന്ന് ഉറപ്പാക്കുക. എഞ്ചിൻ ഓൺ ചെയ്യാതെ തന്നെ ഹോൺ, ഇൻഡിക്കേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാൽ ബാറ്ററിയുടെ സ്ട്രെങ്ത് പരിശോധിക്കുക. വാഹനം സുഗമമായി സെൽഫ് സ്റ്റാർട്ട്, കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കുക. ആറാമത്തേത് ഓഡോമീറ്ററും മൈലേജും ആണ്. ഓഡോമീറ്റർ റീഡിംഗ് പരിശോധിക്കുക. മിക്ക 2 വീലറുകളും 1 വർഷം 3000 കിലോമീറ്റർ എങ്കിലും ഓടും. വാഹനത്തിന്റെ പഴക്കം വെച്ച് അത്രയും കിലോമീറ്റർ കാണിക്കുന്നില്ലെങ്കിൽ ഓഡോമീറ്ററിൽ കേട് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ കേട് വരുത്തിയിട്ടുണ്ടാകാം. വാഹനത്തിന്റെ മൈലേജിനെ കുറിച്ചും എത്ര ഇടവേളയിൽ സർവീസ് നടത്തിയിട്ടുണ്ട് എന്നും ചോദിച്ചറിയുക. വേണമെങ്കിൽ സർവീസ് ബുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ഏഴാമത്തേത് ലീഗൽ പരിശോധന. 1, RC ബുക്ക്. വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ, ചാസി നമ്പർ എന്നിവ വാഹനത്തിലും ബുക്കിലും ഒരുപോലെ എന്ന് ഉറപ്പാക്കുക. RC ബുക്കിലെ ഉടമയുടെ പേരും പരിശോധിക്കുക. 2, നിയമപരമായ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 3, സർവീസ് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നല്ലതാണ്. 4, RTO ടാക്സ് പേപ്പർ
റോഡ് ടാക്സ് കൃത്യമായി അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. 5 ഇൻഷുറൻസ്, തേർഡ് പാർട്ടി അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ആയി ഇൻഷുറൻസ് നിലവിലുണ്ടെന്ന് ഉറപ്പാക്കുക. 6ാമത്തേത് വാഹനം കൈമാറിയതാണ് എങ്കിൽ ഫോം 28, 29, 30 എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 7 വാഹനം ഫിനാൻസ് അല്ലെങ്കിൽ ലോൺ ഉള്ളതാണ് എന്ന് പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ വിൽക്കുന്നയാൾ ബാങ്കിൽ നിന്ന് ഒരു NOC സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകേണ്ടതായുണ്ട്. 8 പരിവാഹൻ.gov.in എന്ന വെബ്സൈറ്റിൽ കയറി പെൻഡിംഗ് ഫൈൻ ഉണ്ടോ എന്നും ആക്സിഡന്റ് ഹിസ്റ്ററി, മോഷണരേഖ എന്നിവ ഉണ്ടോ എന്നും പരിശോധിക്കുക. 8ാമത്തേത് ടെസ്റ്റ് റൈഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. വാഹനം ഓടിക്കുമ്പോൾ സ്മൂത്തായി ആക്സിലറേഷനും ബ്രേക്കിംഗും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. അനാവശ്യ വൈബ്രേഷൻസ്, ഒരു വശത്തേക്ക് വെട്ടൽ, വാഹനം ഹാൻഡിൽ ചെയ്യാൻ ശക്തി നൽകേണ്ടി വരുന്ന അവസ്ഥ, എഞ്ചിനിൽ അനാവശ്യ ശബ്ദം എന്നിവ ഇല്ലെന്ന് ഉറപ്പാക്കുക. എഞ്ചിന് നൽകുന്ന ആക്സിലറേഷന് അനുസരിച്ച് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും നോക്കുക. വളരെ സാവധാനത്തിൽ തന്നെ സമയമെടുത്ത് ഈ കാര്യങ്ങൾ പരിശോധിക്കുക. 9ാമത്തേത് നെഗോഷിയേഷൻ. വാഹനം പരിശോധിച്ചപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി വിലയിൽ കുറവ് ചെയ്യാൻ ആവശ്യപ്പെടാം. ടയർ, ബാറ്ററി എന്നിവ മാറേണ്ടതുണ്ട് എങ്കിൽ അവയൊക്കെ വിലയെ നന്നായി ബാധിക്കും. ഒരു ബഡ്ജറ്റ് കണ്ട് അത് വെച്ച് മാത്രമേ വാങ്ങാവൂ. ഓണർഷിപ്പ് രേഖകൾ പേരിലാക്കുന്നതിനൊപ്പം മാത്രമേ പണം കൈമാറാവൂ. ഫോം 29, ഫോം 30 എന്നിവ പൂരിപ്പിച്ച് രേഖകൾ കൈമാറാം. 10ാമത്തേത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആണ്. ഫോം 29, 30 മറ്റുള്ള രേഖകളുമായി RTOയിൽ സമർപ്പിക്കുക. ഇൻഷുറൻസ് നിങ്ങളുടെ പേരിലേക്ക് ആക്കുക. അക്ഷയ വഴിയോ ഓൺലൈനായോ പരിവാഹൻ സൈറ്റിലൂടെയോ ഈ രേഖകൾ സമർപ്പിക്കാൻ കഴിയും. സെക്കൻഡ് ഹാൻഡ് വാഹനം വിലക്കുറവിൽ വാങ്ങുകയും നമ്മുടെ ആവശ്യം നിറവേറ്റുകയും ചെയ്യാം. എന്നാൽ അത് ശരിയായി ഓടുമോ എന്നും നിയമപരമായി ഓക്കെ ആണോ എന്നും നിങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന വാഹനം ആണോ എന്നും പരിശോധിക്കേണ്ടതായുണ്ട്. വിലക്കുറവ് നോക്കി പോകുമ്പോൾ ശരിയായി നാം ആ വാഹനത്തെക്കുറിച്ച് പഠിക്കേണ്ടതായുണ്ട്. അബദ്ധത്തിൽ ചെന്ന് ചാടുകയും വരുത്. സെക്കൻഡ് ഹാൻഡ് വാഹനം നിങ്ങൾ ഭാവിയിൽ വാങ്ങുന്നുവെങ്കിൽ നിർബന്ധമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ചെക്ക് ലിസ്റ്റ് പ്രിന്റ് എടുത്താൽ അത് വെച്ച് പരിശോധന നടത്തുവാനും കഴിയും. ഇത് സംബന്ധമായ മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.